ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 93ാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി വർക്കലയിൽ ഉദ്ഘാടനം ചെയ്തു. 2026നെ വരവേൽക്കാനൊരുങ്ങി ലോകം. പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കർശന സുരക്ഷാ ഗതാഗത നിയന്ത്രണങ്ങൾ. സംസ്ഥാനത്ത് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാൻ ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ജനകീയ ക്യാമ്പയിന് നാളെ തുടക്കമാകും. മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം. ഇന്ന് വൈകുണ്ഠ ഏകാദശി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ ഭക്തജനത്തിരക്ക്. 2026 മാർച്ച് 3-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന സിബിഎസ്ഇ 10-12 ക്ലാസുകളിലെ പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ച് സിബിഎസ്ഇ. ദോഹയിൽ നടന്ന ഫിഡെ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ അർജുൻ എരിഗൈസിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സ്കില്ലിംഗ് ഫോർ എഐ റെഡിനെസ് പദ്ധതിക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിലാണ് ചടങ്ങ്. സ്കിൽ ദ നേഷൻ ചലഞ്ച് എന്ന ദേശീയ ബോധവൽക്കരണ യജ്ഞവും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ലോകവേദിയിൽ ഇന്ത്യയുടെ ഉയർച്ചയിലെ ഒരു നിർണായക അധ്യായമായിരുന്നു 2025. ഇന്ത്യയുടെ ഉൽപാദന മേഖലയിലെ കുതിപ്പിനെക്കുറിച്ചാണ് പരിഷ്കാരങ്ങളുടെ വർഷമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വ്യാവസായിക സാമ്പത്തിക വികസനത്തിൽ 7.8% വളർച്ച പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് രാജ്യം ഉയർന്നു. ജിഎസ്ടി 2.0 അവതരിപ്പിച്ചതിന് ശേഷം നിർമ്മാണ ചെലവ് കുറഞ്ഞത് ഉൽപാദന മേഖലയ്ക്ക് ഗുണകരമായതായാണ് വിലയിരുത്തൽ. ഉത്തർപ്രദേശിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനുള്ള സമയക്രമം പരിഷ്കരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് വോട്ടർ പട്ടിക ജനുവരി 6-ന് പ്രസിദ്ധീകരിക്കും. പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി 6 വരെ നീട്ടി. അതേസമയം കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യത്വത്തെയും സാഹോദര്യത്തെയും ലോകത്തിന് കാട്ടിക്കൊടുത്ത യഥാർത്ഥ വിശ്വഗുരുവാണ് ശ്രീനാരായണ ഗുരുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം മുഖ്യമന്ത്രി വർക്കലയിൽ ഉദ്ഘാടനം ചെയ്തു. ചാതുർവർണ്ണ്യ വ്യവസ്ഥ തകർക്കുക എന്ന സന്ദേശമാണ് അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരു പകർന്നു നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഗുരുവിന്റെ സോദരത്വേന എന്ന സന്ദേശം നമ്മുടെ ഭരണഘടനയുടെ ആമുഖ വചനങ്ങളിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട്. എല്ലാ മതജാതി വൈജാത്യങ്ങളുടെയും വിഭജന മതിലുകൾക്കുമപ്പുറം മനുഷ്യൻ ഒന്നാണെന്നും അത് മനുഷ്യത്വത്തിന്റെ ജാതി തന്നെയാണെന്നുമുള്ള കാലാതീതമായ കാഴ്ചപ്പാട് ഗുരു മുന്നോട്ട് വെച്ചു. സംസ്ഥാനത്ത് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാൻ ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ജനകീയ ക്യാമ്പയിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പയിനിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് ഡിസംബർ 26-ന് ആരംഭിച്ച് വിവിധ ജില്ലകളിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്തെത്തുന്ന വിളംബര ജാഥയുടെ സമാപനവും ഇതോടൊപ്പം നടക്കും. സംസ്ഥാന സർവകലാശാലകളിലെ സ്ഥിരം ഗവേഷണ വിദ്യാർത്ഥികൾക്കായുള്ള CM റിസർച്ചർ സ്കോളർഷിപ്പ് വിതരണം ഇന്ന് നടക്കും. തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ നടക്കുന്ന പരിപാടി മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. 2026നെ വരവേൽക്കാനൊരുങ്ങി ലോകം. സംസ്ഥാനത്ത് ഏറ്റവും വലിയ പുതുവത്സരാഘോഷം നടക്കുന്ന ഫോർട്ട് കൊച്ചിയിൽ ഉൾപ്പെടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പുതുവത്സരാഘോഷം പ്രമാണിച്ച് താമരശ്ശേരി ചുരത്തിലും കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. ചുരത്തിലെ കടകൾ വൈകിട്ട് 7 മണിക്ക് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കോവളം, ഫോർട്ട് കൊച്ചി, കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. കൊച്ചി കാർണിവലിനെത്തുന്നവർ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് കോർപ്പറേഷൻ മേയർ വി കെ മിനിമോൾ പറഞ്ഞു. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടാണ് കൊച്ചിൻ കാർണിവലിന്റെ പ്രധാന വേദി. 1200 പോലീസ് സേനാംഗങ്ങളെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. പരേഡ് ഗ്രൌണ്ട്, വെളി ഗ്രൌണ്ട് പരിസരത്ത് പാർക്കിംഗ് നിരോധിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2-ന് ശേഷം ഈ ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. വൈപ്പിൻ ഭാഗത്ത് നിന്ന് റോറോ ജാങ്കർ വഴി ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ വൈകിട്ട് 4 വരെയും ആളുകളെ 7 വരെയും മാത്രമേ കടത്തിവിടുകയുള്ളൂ.
തിരക്ക് കണക്കിലെടുത്ത് ബസ്സുകൾ പുലർച്ചെ 3 വരെയും മെട്രോ റെയിൽ പുലർച്ചെ 2 വരെയും വാട്ടർ മെട്രോ പുലർച്ചെ 4 വരെയും സർവീസ് നടത്തും. തിരുവനന്തപുരം നഗരത്തിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവശ്യഘട്ടങ്ങളിൽ പോലീസിന്റെ സേവനത്തിനായി 112 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പാർക്ക് ചെയ്ത ശേഷം പുതുവത്സരാഘോഷ പരിപാടി കാണാൻ പോകുന്നവർ വാഹനത്തിൽ ഫോൺ നമ്പർ പ്രദർശിപ്പിക്കണമെന്ന് പോലീസ് അറിയിച്ചു. മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രധാന വിനോദ കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പോയ വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ രാജ്യം ഒട്ടേറെ നേട്ടങ്ങൾക്കും ചില നഷ്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ ജനങ്ങളാകെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2026 മാർച്ച് 3 നടത്താൻ നിശ്ചയിച്ചിരുന്ന CBSE 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകളിൽ മാറ്റം. മാർച്ച് 3 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 11ലേക്കും 12ാം ക്ലാസ് പരീക്ഷ ഏപ്രിൽ 10ലേക്കുമാണ് മാറ്റിയത്. ഭരണപരമായ കാരണങ്ങളാലാണ് തീയതികൾ പുനഃക്രമീകരിച്ചതെന്ന് ബോർഡ് അറിയിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷകൾ 2026 ഫെബ്രുവരി 17 ആരംഭിച്ച് മാർച്ച് 10 വരെയും 12ാം ക്ലാസ് പരീക്ഷകൾ ഫെബ്രുവരി 17 മുതൽ ഏപ്രിൽ 9 വരെയുമാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ 2026 ജനുവരി 1 മുതൽ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. നാളെ ഉച്ചയ്ക്ക് 1:45 ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിൽ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധ മേരി ജോർജുമായുള്ള സംഭാഷണം കേൾക്കാവുന്നതാണ്. 4ാമത് കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായ നിയമസഭാ പുരസ്കാരത്തിന് പ്രശസ്ത സാഹിത്യകാരൻ NS മാധവൻ അർഹനായി. ജനുവരി 7 നടക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. ജനുവരി 7 മുതൽ 13 വരെയാണ് നിയമസഭാ പുസ്തകോത്സവം. മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ശബരിമല. സന്നിധാനം ഭക്തജന തിരക്കിൽ. മകരവിളക്ക് ദിനത്തിലെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. തിരക്കാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നതെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്നു രാവിലെ 11 വരെയുള്ള കണക്ക് പ്രകാരം 36,426 പേരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇന്നലെ നട തുറക്കുന്നതിന് മുൻപ് മുതൽ നിലയ്ക്കൽ മുതൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാൻ കഴിയുമായിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ പൂജകൾ ആരംഭിച്ചു. മകരവിളക്ക് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിലെയും തുടർന്നുള്ള കുംഭമാസ പൂജകൾക്കുമായി ദർശനം നടത്തുന്നതിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് 27 മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ മകരവിളക്ക് ദിനത്തിലെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയാണ്. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്നുച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം പൂജപ്പുരം മുടവൻ മുകളിലെ വീട്ടുവളപ്പിൽ നടക്കും. ഇന്നലെ കൊച്ചിയിലായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. മുതിർന്ന BJP നേതാവ് PC മോഹനൻ നിര്യാതനായി വയനാട് കോട്ടക്കുന്ന് ശാന്തിനഗർ കോളനിയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 77 വയസ്സായിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ചടങ്ങുകൾ ആരംഭിച്ചു. ഏകാദശി ശിവേലി രാത്രി 8:15 നടക്കും. രാത്രി 9:15 ശ്രീബലി കഴിഞ്ഞ ശേഷം ദർശനമുണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു. ഗുരുവായൂരിലും സ്വർഗ്ഗവാതിൽ ഏകാദശിയോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഏകാദശികളിൽ പരമപവിത്രമായ സ്ഥാനമാണ് സ്വർഗ്ഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിക്കുള്ളത്. ശ്രീകൃഷ്ണൻ സഹപാഠിയായിരുന്ന കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗ്ഗവാതിൽ അഥവാ വൈകുണ്ഠ ഏകാദശി എന്നാണ് ഐതിഹ്യം. കുട്ടികളുടെ ചോറൂണിന് ഇന്നേ ദിവസം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രനട അടച്ചിടൽ, പ്രത്യേക പൂജകൾ, ശീവേലി, വലിയ കാണിക്ക വിളക്ക് എന്നിവയടക്കം വിപുലമായ ഒരുക്കങ്ങളാണ് ഇന്ന് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. ഭക്തർക്ക് സൌകര്യപ്രദമായി ദർശനം നൽകുന്നതിന് സ്വർഗ്ഗവാതിൽ തുറന്നുള്ള ദർശനവും ഒരുക്കുന്നതാണ്. ദോഹയിൽ നടന്ന ഫിഡെ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ അർജുൻ എറിഗേസിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അർജുന്റെ വിജയം യുവാക്കൾക്കാകെ പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 384 പോയിന്റ് ഉയർന്ന് 85,059ലും നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 26,074ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 99,640 രൂപയും ഗ്രാമിന് 12,455 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 93ാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി വർക്കലയിൽ ഉദ്ഘാടനം ചെയ്തു. 2026 വരവേൽക്കാനൊരുങ്ങി ലോകം. പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കർശന സുരക്ഷാ ഗതാഗത നിയന്ത്രണങ്ങൾ.
സംസ്ഥാനത്ത് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാൻ ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ജനകീയ ക്യാമ്പയിന് നാളെ തുടക്കമാകും. മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം. ഇന്ന് വൈകുണ്ഠ ഏകാദശി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ ഭക്തജനത്തിരക്ക്. 2026 മാർച്ച് 3 നടത്താൻ നിശ്ചയിച്ചിരുന്ന CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ച് CBSE. ദോഹയിൽ നടന്ന ഫിഡെ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ അർജുൻ എറിഗൈസിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.